കേരളത്തിലെ ആദ്യത്തെ ഗുണ്ടകളെ പണിക്ക് വെച്ചിരിക്കുന്ന റെസ്റ്റോറന്റ് മലപ്പുറം കുറ്റിപ്പുറത്ത് ചോറും മീനും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും വൈറലാണ് ഒരു റെസ്റ്റോറന്റിലെ ഗുണ്ടാ വിളയാട്ടം. 200 രൂപ വില പറഞ്ഞ് മീൻ കൊടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോ ബില്ലില് 300 രൂപയായി. അത് ചോദ്യം ചെയ്ത കസ്റ്റമറിന് എടുത്തിട്ട് അങ്ങ് അലക്കുവാണ്. നിങ്ങളെല്ലാവരും ഓൾറെഡി ഈ വിഷയം കണ്ടു കഴിഞ്ഞവരായിരിക്കും. ഞാനിപ്പോഴാണ് കണ്ട പാടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടുപോയി. ഇതെന്ത് ഗുണ്ടായിസോ അതോ പട്ടാപ്പകല്? ഒരു ഫാമിലി റെസ്റ്റോറന്റില് സ്റ്റാഫുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കഴിക്കാൻ വന്ന കസ്റ്റമറിനെ അങ്ങ് അടിക്കുകയാണ്. മറ്റു കഴിക്കാനിരിക്കുന്ന ആളുകളുടെ പുറത്തോട്ടേക്ക് അങ്ങ് പോവാണ്. പിന്നെ എവനിക്കോ ഈ ടേബിളിൽ നിന്നൊക്കെ ചാടി വന്നങ്ങ് അടിക്കുകയാണ്. ഈ ആളുകളുടെയൊക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട് പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുണ്ട്. അവനൊക്കെ അങ്ങ് ചാടി കയറി ഒരു കാര്യമില്ലാതെ അടിക്കുകയാണ്. കിട്ടിയ പാടെ അങ്ങ് അടിക്കുകയാണ്. അല്ല, എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ചെറിയ പൈസയാണോ? എത്ര ആളുകളാണ് നിന്റെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നത്? ജില്ലകൾ കഴിഞ്ഞ് വരും, സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നു. അങ്ങനെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ സ്വഭാവം ഉണ്ടാകും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടാകുമല്ലോ ഒരു ഹോട്ടൽ നടത്തിയിട്ട്. അല്ല, നീ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ കൃത്യമായ ട്രെയിനിങ് എന്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കാറുണ്ട്. എന്ത് ട്രെയിനിങ് ആണ്? ഗുണ്ടായിസം കാണിക്കാനുള്ള ട്രെയിനിങ് ആണ് നീ കൊടുക്കുന്നത്. വരുന്ന കസ്റ്റമറിന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വില അറിയണം. ആ വിലയാണ് ബില്ലിൽ കൊടുത്തിരിക്കുന്നതെന്ന് അറിയണം. അതിൽ 1 രൂപ വ്യത്യാസം വന്നാലും 50 പൈസ വ്യത്യാസം വന്നാലും അത് കൃത്യമായിട്ട് ബോധിപ്പിക്കണം. അത് അയാൾ ഏത് രീതിയിൽ ചോദിച്ചാലും ശരി. ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ചോദിക്കും, ചിലർ സമാധാനത്തിൽ ചോദിക്കും, ചിലർ ചോദിക്കത്തേ ഇല്ല. കസ്റ്റമർ ഏത് രീതിയിൽ ചോദിച്ചാലും വളരെ മാന്യമായിട്ട് സൗമ്യമായിട്ട് മറുപടി കൊടുക്കണം. സാർ, ഇത് ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ സാർ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതാണ് നിന്റെ പണി. നിന്റെയൊക്കെ ഈ ഗുണ്ടായിസം വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. അത് ഈ കഴിക്കാൻ വരുന്ന പൊതുജനങ്ങളോട് കാണിച്ചാൽ നാളെ ഒന്നും നിനക്ക് അവിടെ ജോലി ഉണ്ടാവില്ല, അങ്ങനെ റെസ്റ്റോറന്റ് അവിടെ ഉണ്ടാവില്ല. നിന്റെയൊക്കെ മുതലാളി വലിയ വീമ്പിളക്കി പറയുന്നുണ്ട്, ഇത് അങ്ങനെയൊന്നും അവസാനിക്കില്ല, ഇത് അവസാനിക്കണമെങ്കിൽ ഞാൻ അവസാനിക്കണമെന്ന്. പിന്നെ നിന്റെ ഈ കൊമ്പത്തിരുന്നിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് വഴിയെ നിൽക്കും. ഇതിലും വലിയ ആനകൾ ചരിഞ്ഞ നാടാണിത്. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, അടി തെറ്റിയാൽ ആനയും വീഴും. എത്ര വലിയ സംരംഭം ആയാലും പിടിപ്പുകേടുണ്ടെങ്കിൽ വഴിയതങ്ങ് ക്ലോസ് ആവും. അത് നീ പോലും അറിയത്തില്ല. നീ ചെയ്ത അതിലും വലിയ മിസ്റ്റേക്ക് എന്തെന്നറിയോ? ഈ പ്രശ്നത്തിനെ ചൊല്ലി നിന്റെ സ്റ്റാഫുകളോട് വിളിച്ചു കൂട്ടി നിർത്തിയിട്ട് ക്ഷമാപണം പറയുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. മദ്യപിച്ച് പലരും വരും. നീ ക്ഷമാപണം അല്ല അവിടെ പറയേണ്ടത്. നിന്റെ സ്റ്റാഫുകളെ മര്യാദ പഠിപ്പിക്കുക, താക്കീത് കൊടുക്കുക. ഇനി മേലിൽ ഈ കടയിൽ വരുന്ന ഏത് തരം കസ്റ്റമർ ആയാലും അയാളെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ നീ വീട്ടിലിരുന്നോ എന്റെ കടയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് താക്കീത് കൊടുക്കണം. അതാണ് ഒരു നല്ല സംരംഭകൻ ചെയ്യേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു റെസ്റ്റോറന്റ് നടത്തിയിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. നിന്റെ വഴിമുട്ടി പോകത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും മാത്രം മനസ്സിലാക്കിക്കോ, നിന്റെ സ്റ്റാഫുകളെ പറഞ്ഞ് നിലയ്ക്ക് നിർത്തുക. ഇല്ലെങ്കിൽ നീയൊക്കെ ഈ ഷോയും കാണിച്ച് 1-2 കൊടുത്ത് വിടുന്നവന്മാരുണ്ടല്ലോ, ഈഗോടെ പുറത്ത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നീ ഒന്നും ചിലപ്പോൾ താങ്ങത്തില്ല. ഹോട്ടലിന്റെ ഉള്ളിലെ ഇടിയിൽ കഴിഞ്ഞില്ല, പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കാറിന്റെ പുറകിലൊക്കെ ഇട്ടിരിക്കുകയാണ്. നിന്റെ അച്ഛനാണ് ലൈസൻസ് തന്നേക്കുന്നത്. നിന്റെയൊക്കെ ഈ മുതലാളി എല്ലാ കാലത്തും കൂടെ ഉണ്ടാവില്ല. ഈ അടി കൊണ്ട് പോയി എവനെങ്കിലും ഒരുത്തൻ നിന്റെയൊക്കെ പേരിൽ ഒരു പോലീസ് കേസ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ മുതലാളി സൈഡ് വാരങ്ങ് കയ്യും കഴുകി പോകും. നീ ആയിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ പെട്ടെന്നുള്ള ചോരത്തിളപ്പിൽ ചെയ്യുന്ന പരിപാടികളില്ലേ, അതൊക്കെ വിനയായിട്ട് വരത്തുള്ളൂ. നമുക്കൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് അവിടെ തുറന്ന് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ചിലരത് മാന്യമായിട്ട് പറയും, ചിലര് മാന്യത ഇല്ലാതെയല്ല, എന്നാലും അവരുടെ നേച്ചർ അനുസരിച്ചിട്ട് കുറച്ച് ശബ്ദത്തിൽ പറയും. പക്ഷെ അത് ഏത് തരം ആളുകളായാലും മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് നടത്തി പോകുന്നത്. അപ്പൊ അവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും ഒരേ സ്വഭാവമുള്ളവരായിരിക്കില്ല. പലരും പല അവസ്ഥയിലൂടെ കടന്നിട്ടായിരിക്കും അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായാൽ വെവ്വേറെ രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ഗുണ്ടായിസം വെച്ചിട്ട് ഒരു റെസ്റ്റോറന്റ് നടത്തി പോകാം, ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ ഏരിയയിലെ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. വേറെ ഒരു പട്ടികുഞ്ഞ് പോലും പിന്നെ അങ്ങോട്ടേക്ക് കയറത്തില്ല. കാരണം സർവീസ് നല്ലതല്ലെങ്കിൽ ആർക്കും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഒരു ഹോട്ടലിൽ നിന്നല്ല, ഏതൊരു സർവീസിനായിട്ട് പോകുന്ന ഒരു കസ്റ്റമറിനും ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടായാൽ മാത്രം പോരാ. അവർക്ക് കിട്ടുന്ന ഒരു ആംബിയൻസ്, അവരോടുള്ള ഒരു പെരുമാറ്റം, അവർക്ക് കിട്ടുന്ന ഒരു സർവീസ്, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ റെസ്റ്റോറന്റ് നടത്തി പോകുമ്പോൾ അത്രയും മാന്യമായ ആളുകളെ വേണം നിങ്ങൾ അവിടെ ജോലിക്കാരായിട്ട് നിയമിക്കാൻ. അല്ലാത്തവരെ പറഞ്ഞു വിടുക. അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ചോറും മീനും ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ അപമാനിച്ച് വിട്ട ആ കസ്റ്റമറെ തിരിച്ചു വിളിക്കുക. നിങ്ങളുടെ എല്ലാ സ്റ്റാഫുകളെയും നിരത്തി നിർത്തി നിങ്ങൾ ഉൾപ്പെടെ അയാളോട് മാപ്പ് അപേക്ഷിക്കുക. ഞങ്ങൾ ചെയ്ത തെറ്റാണ്, ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഒരുപോലെ പറയുക. അയാൾ അവിടെ ഇരുത്തി മാന്യമായിട്ട് ഭക്ഷണം കൊടുക്കുക. പൈസ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഇത് കാണിക്കേണ്ടത് ഒരു മാന്യതയാണ്. അയാൾക്ക് നേരിട്ട് ഒരു അപമാനമുണ്ട്. ഈ ലോകം മുഴുവൻ അയാളെ കണ്ടതാണ്. ഇതാണ് ഒരു നല്ല സംരംഭകൻ എന്ന നിലയിൽ നീ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.